ദോശയ്ക്ക് പറ്റിയ ഒരു ചമ്മന്തി പരിചയപ്പെടുത്താം. ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയെടുത്ത പച്ചമുളകാണ്. മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 7 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അതോടൊപ്പം തന്നെ ഈ മല്ലിയില നമുക്ക് കഴുകിയെടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം. 2 സവാള കൂടി നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ കഴുകിയെടുത്ത് ഞാൻ ഈ മിക്സിയുടെ ജാറിൽ പച്ചമുളകിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം നമ്മൾ സവാളേനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ അരച്ചെടുക്കാം. ഇപ്പം ഇത് നല്ല പോലെ ഞാൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയിരിക്കണം. നല്ല പച്ച കളറുള്ള സമ്മന്തിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് സുർക്കയാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നിർബന്ധമൊന്നുമില്ല. മുളക് ചേർത്തുമ്പോൾ എരിവ് കൂടുതലുള്ള മുളക് ഒരിക്കലും ചേർക്കരുത്. ഞാൻ തീരെ എരിവില്ലാത്ത മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എരിവാണെങ്കിൽ 2 3 ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒന്ന് പ്രത്യേകം പറയട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് സുർക്ക പറഞ്ഞു കൊടുക്കാം. സമ്മന്തി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് സുർക്ക പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കടുകും കറുവേപ്പിലയും കൂടി വറുത്ത് ചേർക്കാം. ഞാനിവിടെ എന്തായാലും കടുക് വറുത്തിടുന്നില്ല, പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ ചേർത്തുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ ചമ്മന്തിക്ക്. കൊളസ്ട്രോൾ ഉള്ളവരൊന്നും ഇങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളിച്ചെണ്ണ ചേർത്ത ഈ ചമ്മന്തി. എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണിത് ഉപയോഗിക്കാറ്. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നമുക്കിത് ദോശയ്ക്കൊപ്പം കഴിക്കാം. പാലക്കാടൻ ഊത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ട് പറഞ്ഞു തരാം. 2 ഗ്ലാസ് പൊന്നിയരി, 2 ഗ്ലാസ് ഉണക്കലരി, പാലക്കാടൻ മട്ടയുടെ ഉണക്കലരി, അത് കല്ല് കളഞ്ഞെടുക്കണം. ഒപ്പം തന്നെ 1 ഗ്ലാസ് ഉഴുന്ന്, 1/4 ഗ്ലാസ് ഉലുവ. ഇത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് ഉഴുന്നും ഉലുവയും കൂട്ടി വേറെ അരച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂറോളം ഞാൻ പതപ്പിച്ചെടുക്കും. അതിലേക്കാണ് അരി അരച്ച് കൂട്ടിയിട്ടുള്ളത്. ഇപ്പം ഇത് ഇന്നലെ വൈകുന്നേരമാണ് ഇത് അരച്ച് വെച്ചിട്ടുള്ളത്. ഉപ്പ് രാവിലെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇത് പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലെണ്ണ തേച്ച് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ഇതിന് കിട്ടും. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് തൂവി കൊടുക്കാം. ഊത്തപ്പത്തിൻ്റെ മാവിൽ ഊത്തപ്പം പൊന്തി വരാൻ വേണ്ടി ഞാനൊരു 1/2 ഗ്ലാസ് ചോറ്, വെളുത്ത അരിയുടെ ചോറ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയട്ടെ, അത് ചേർക്കാൻ മറക്കരുത്. അരി അരയ്ക്കുമ്പോൾ കൂടെ കൂട്ടി അരയ്ക്കണേ. കുറച്ച് മതിയാകും. ഇത് നല്ലപോലെ അടി വെന്ത് വന്ന ശേഷം ഒന്ന് മറിച്ചിടാം. മറിച്ചിടണമെന്നും എന്നൊന്നുമില്ല, നമ്മളിത് മൂടി വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഞാനിതൊന്ന് മറിച്ചിടാൻ പോവുകയാണ്. ഊത്തപ്പത്തിൻ്റെ അടിവശം ഈ ഒരു കളറ് വരികയാണെങ്കിൽ നല്ല ഒരു രുചിയായിരിക്കും ഊത്തപ്പത്തിന്. അതുപോലെ ഇത് നല്ലെണ്ണ തേച്ച് വേണം, കല്ലിൽ നല്ലെണ്ണ തേച്ച് വേണം ഉണ്ടാക്കാൻ. പുറത്ത് ഒരു 4 5 തുള്ളി വെളിച്ചെണ്ണ കൂടി തൂവി കൊടുത്താൽ സൂപ്പറായിരിക്കും. ഈ ഒരു ഊത്തപ്പം ചൂടോടുകൂടി കഴിക്കണം. ആവി പറക്കുന്ന ഈ ഒരു ഊത്തപ്പം നല്ല രുചിയാണ് കഴിക്കാൻ. കൂടെ തന്നെ നമ്മുടെ സവാള ചമ്മന്തിയും കുരുമുളകിട്ട മട്ടൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്. കുരുമുളകിട്ട മട്ടൻ കറിയും ചേർത്ത് ഊത്തപ്പം കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.
സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.